ഈ കവിത അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ എഴുതുമ്പോഴാണല്ലോ കൂടുതലൊരു സുഖം. ഒരു ദുരഭിമാനക്കൊലയുടെ സംഭവം തന്നെയാണ്. ഒരു സവർണ ജാതിയിൽപ്പെട്ട പെൺകുട്ടി അവള് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനെ സ്നേഹിച്ചു. സവർണകുലം എല്ലാം കൂടെ ഇളകി. പക്ഷെ അവർ വളരെ രഹസ്യമായിട്ട് ആ പയ്യനെ കൊന്നുകളഞ്ഞു. അവർക്കറിയാം കൊന്നത് അവരായിരുന്നു എന്നുള്ളത്. കൊല്ലുമ്പം ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. അവള് വാശിക്ക് ഒട്ടും മോശക്കാരിയല്ല. അവൾ ചലഞ്ച് ചെയ്ത് നിന്നു. അവിടെ പ്രണയം അത്ര തീവ്രമായിരുന്നു. അവൾ ചലഞ്ച് ചെയ്ത് നിന്നുകൊണ്ട് ഇവർക്കെതിരെ പോരാടി. അവൾ പ്രസവിച്ചു. ആ കുഞ്ഞിന് ഏതാണ്ട് 2 വയസ്സുള്ളപ്പോൾ ആ കുട്ടിക്ക് ഒരു മാരകമായ അസുഖം വന്ന കുട്ടി മരിച്ചു പോകുന്നു. അത് അവൾക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണല്ലോ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ആ അമ്മ കരയുന്നതായിട്ട് പറയുന്നതായിട്ടുള്ള ഒരു കവിതയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ 4 വരി പാടാം. കണ്ണീർ കണങ്ങളാൽ ഒരു മുത്തുമാല ഞാൻ കൺമണി നിന്മാറിലേക്കും നിതന്ത്യമായി. കണ്ണിൻ്റെ കണ്ണായ നിന്നന്ത്യയാത്രയിൽ അമ്മയ്ക്കിതേയുള്ളു പൊന്നോമനെ. എൻ വികാരത്തിൻ്റെ ഏതോ മനോജ്ഞമം ഏകാന്തരാഗ പുഷ്പങ്ങൾ തന്നുള്ളിലായി അച്ഛൻ്റെ മോഹം കിളിപ്പിച്ച മുത്തിൻ്റെ മുഗ്ധ സൗന്ദര്യമേ പോകയോ നീ. പോകയിലച്ഛൻ്റെ ചാരത്തു ചെല്ലണം, അമ്മ തൻ വേദന ചൊല്ലണം. അമ്മയെ വിട്ടിട്ടു പോയൊരച്ഛൻ തീർത്തൊരന്തമില്ലാത്തൊരു യാതന തൻ കഥ. ഞാനിവിടെ നിർത്തുകയാണ്. അതൊരു ട്രോളിന് വകയായിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. ഇത് 100 വരികളുള്ള കവിതയായിരുന്നു.